പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശു മരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ സ്നേഹത്തിൻ്റെയും വിശ്വസ്തടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിൽ അലങ്കരിക്കുന്ന കാരുണ്യവനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ ഇന്നു മുതൽ മരണം വരെ ഓർക്കച്ചില്ലു സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലവനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായി മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. മനസ്സിൽ നിറയും അനുഭൂതിയല്ല, അനുഭവമാണെൻ്റെ ഈശോ. അനന്ത സ്നേഹത്തിൻ പരമാർത്ഥമറിഞ്ഞു അഭിമാനമാണെൻ്റെ ഈശോ. മനസ്സിൽ നിറയും അനുഭൂതിയല്ല, അനുഭവമാണെൻ്റെ ഈശോ.
മധുരമാം സ്നേഹത്തിനാഴമറിഞ്ഞു തീരാത്ത സന്തോഷം തന്നു. മധുരമാം സ്നേഹത്തിനാഴമറിഞ്ഞു തീരാത്ത സന്തോഷം തന്നു. ഗുരുവാണവനെന്നും കുറവറിയാതെന്നെ കരുതുന്ന പ്രിയനാഥനീശോ. മനസ്സിൽ നിറയും അനുഭൂതിയല്ല അനുഭവമാണെൻ്റെ ഈശോ. മിഴിയിലെ മണി പോലെ കാത്തു സൂക്ഷിക്കും കാരുണ്യമാണെൻ്റെ ഈശോ. മിഴിയിലെ മണി പോലെ കാത്തു സൂക്ഷിക്കും കാരുണ്യമാണെൻ്റെ ഈശോ. തിരുഹിതമറിയുന്നു ജീവിത വഴി തോറും ജീവൻ്റെ ജീവനാണീശോ. മനസ്സിൽ നിറയും അനുഭൂതിയല്ല അനുഭവമാണെൻ്റെ ഈശോ. മനസ്സിൽ നിറയും അനുഭൂതിയല്ല അനുഭവമാണെൻ്റെ ഈശോ. അനന്ത സ്നേഹത്തിൻ പരമാർത്ഥമറിഞ്ഞു അഭിമാനമാണെൻ്റെ ഈശോ. മനസ്സിൽ നിറയും അനുഭൂതിയല്ല അനുഭവമാണെൻ്റെ ഈശോ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾക്കാശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. മരണമാല്യം ചാത്തിയ നിങ്ങൾക്കാശംസകൾ. നൂറു നൂറാശംസകൾ ആശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. മരണ
വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. മരണമാല്യം ചാത്തിയ നിങ്ങൾക്കാശംസകൾ. നൂറു നൂറാശംസകൾ, ആശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. മരണമാല്യം ചാത്തിയ നിങ്ങൾക്കാശംസകൾ. നൂറു നൂറാശംസകൾ, ആശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. ഇണയായി തുണയായി എല്ലാവരും ദയവ് ചെയ്ത് ഓഡിറ്റോറിയത്തിലേക്ക് മുൻവശത്തേക്ക് കയറിയിരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. മുൻവശത്ത് ധാരാളം കസേരകൾ ഒഴിവുണ്ട്. എല്ലാവരും മുന്നോട്ട് കയറിയിരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. 2017 ജനുവരി 23 തിങ്കളാഴ്ച സന്ധ്യാസമയം സൺസ്റ്റാർ ഹോട്ടലിൻ്റെ നാലുകെട്ടിനകത്തേക്ക് അകത്തളങ്ങളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രഫുൽ തോമസും ഐറിൻ ജോസും വിവാഹിതരായി. അഭിമന്യ മാർ ജോസ് കല്ലിവേലി പിതാവിൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി 916 പരിശുദ്ധിയിൽ വിളക്കി ചേർത്ത ചങ്ങലക്കണ്ണികളായി രണ്ടു കുടുംബങ്ങൾ ഇവിടെ ഒന്നായി തീരുകയാണ്. ഈ ധന്യ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ നാലുകെട്ടിനകത്ത് എത്തിച്ചേർന്ന എല്ലാ നല്ല മനസ്സുകളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഞാറ്റുവേല പെൺകൊടികൾ ചിരിത്തൂകി നിൽക്കവേ ഭൂമിദേവി ഗർഭം ധരിക്കുമ്പോൾ തെളിയുന്ന ഇന്ദ്രധനുസിലെ 7 അഴകുകൾ പോലെ സ്മൃതി വിസ്മൃതികളെ ചേർത്തിണക്കിക്കൊണ്ട് ഒരു പുണ്യസംഗമം, ഒരു ധന്യസംഗമം. അതെ, പ്രഫുലും ഐറിനും ഈ വേദിയിൽ മധുരം നുണയുമ്പോൾ ഒരുമിച്ച് അവർ സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് അവരോട് കൂടിയായിരിക്കാം. മംഗളങ്ങൾ നേരാം, ആശംസകൾ നേരാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധന്യ നിമിഷത്തിൽ സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള കാനഡയിൽ നിന്നും എനിക്ക് തോന്നുക അഭിമന്യ പിതാവ് ഈ ഒരു കർമ്മത്തിന് വേണ്ടി മാത്രം പ്രഫുലുമായിട്ടുള്ള അത്രമാത്രം ബന്ധത്തിൻ്റെ പേരിൽ അഭിമന്യ പിതാവ് പ്രഫുലിനോടുള്ള സ്നേഹവാത്സ്യത്തിൻ്റെ മുകളിലാണ് ഈ കല്യാണം അനുഗ്രഹിക്കുന്നതിനും പ്രത്യേകിച്ച് ഈ ഓഡിറ്റോറിയത്തിലേക്ക് പോലും എത്തിച്ചേർന്നിട്ടുള്ളത്. അഭിമന്യ പിതാവിനെയും ഒപ്പം ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രഫുലിൻ്റെ അമ്മാവനായ ഫാദർ ജെയിംസ് മുണ്ടയ്ക്കൽ, ഫാദർ കുര്യൻ പുരമടത്തിൽ, ഫാദർ ലാരിസ് മൂലയിൽ എന്നിവരെയും അതോടൊപ്പം കാനഡയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും സുൽത്താൻ ബത്തേരിയിൽ നിന്നും നിലമ്പൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഈ പാലാട് ചുറ്റുവട്ടങ്ങളിൽ നിന്നും എല്ലാമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും അതുപരിയായി ഐറിൻ്റെ കുടുംബാംഗങ്ങളായിട്ട് കോഴയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ല മനസ്സുകളെയും എല്ലാ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ഏറെ സ്നേഹത്തോടെ താല്പര്യത്തോടെ സ്നേഹത്തോടെ ആത്മാർത്ഥമായി ഹൃദയംഗവുമായി ഊഷ്മളമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. പരിശുദ്ധമായ വിവാഹമെന്ന കൂദാശയിലൂടെ പ്രഫുൽ ചേട്ടായിക്ക് വധുവായി ഐറിൻ ചേച്ചിയെ നൽകിക്കൊണ്ട് ദൈവം അവരെ ഒന്നിപ്പിച്ചിരിക്കുന്നു. ദൈവവിളിയിൽ ശ്രേഷ്ഠതയുള്ള വിളിയാണ് വിവാഹം. പുതുജീവിതത്തിൻ്റെ
പുതിയ പാതയിലേക്ക് പുതുമയോടെ പാദങ്ങൾ എടുത്തുവെച്ച് പുതിയ ജീവിതം ആരംഭിക്കുവാനായി പ്രഫുൽ ചേട്ടായും ഐറിൻ ചേച്ചിയും ഒന്നായിരിക്കുന്ന ഈ മംഗളമുഹൂർത്തത്തിൽ ഇവരുടെ ജീവിതം ദൈവകൃപയിൽ സമൃദ്ധമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മീനിച്ചിലാറിന്റെ മടിത്തട്ടിൽ മരങ്ങാട്ടുപള്ളി ഗ്രാമത്തിൽ നന്ദിക്കാട്ടുപടവിലെ തോമസിൻ്റെയും വയനാടൻ മലനിരകളുടെ താഴ്വരയിൽ കുപ്പായക്കോട് കപ്പേരുമലയിലെ മേഴ്സിയുടെയും സീമന്തപുത്രനാണ് പ്രഫുൽ തോമസ്. അക്ഷരനഗരിയുടെ ഈറ്റില്ലമായ കോട്ടയം ജില്ലയിലെ കടപ്പൂരിൽ മാളിയേക്കൽ കുടുംബത്തിലെ ജോസിൻ്റെയും ഭാരതത്തിലെ ആദ്യ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മം കൊണ്ട് ധന്യമായ കുടമാളൂരിലെ കൊച്ചുപുരയ്ക്കൽ ഷൈനിയുടെയും സീമന്തപുത്രിയാണ് ഐറിൻ ജോസ്. And now I would like to welcome the parents of the groom, the lovely Mr. and Mrs. Thomas. കയ്യടികൾ ഉയരട്ടെ. Next, I want to invite onto the stage beautiful Shiny Auntie and Josangar. Now, for the wonderful siblings Albert, Nirmal and Ashwati, let's hear a huge round of applause. Lastly, are you guys ready for the bride and groom for the very first time, Mr. and Mrs. Praful? Let's give another round of applause for these two families. കയ്യടികൾ ഉയരട്ടെ. പ്രാർത്ഥനയോടെ ആകട്ടെ തുടക്കം. ഫാദർ ജെയിംസ് മുണ്ടയ്ക്കൽ ഞങ്ങളുടെ അമ്മാവനാണ്. ഞങ്ങളുടെ കുഞ്ഞച്ചനെന്ന് വിളിക്കുന്ന മുണ്ടയ്ക്കൽ കുടുംബാംഗമായ ഇപ്പോൾ ബാംഗ്ലൂരിലെ CST ഹൗസിൻ്റെ പ്രൊവിൻഷ്യലായ ഞങ്ങളുടെ പ്രിയങ്കരനായ ഫാദർ ജെയിംസ് മുണ്ടയ്ക്കലിനെ പ്രാർത്ഥനയ്ക്കായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കർത്താവ് യേശുനാഥ, ഇന്നത്തെ ഈ ദിവസത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ അനുഗ്രഹത്താലും കാരുണ്യത്താലും ഇന്ന് ഞങ്ങളുടെ ഈ രണ്ട് കൊച്ചുമക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവരെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും സമൃദ്ധമായി അവിടുന്ന് ആശീർവദിക്കണമേ. യേശുനാഥ, അവിടുത്തെ നിരന്തരമായ സാന്നിധ്യം അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് വിവാഹ ജീവിതം ആരംഭിക്കുന്ന ഐറീനെയും പ്രഫുലിനെയും അവിടുന്ന് അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ. എപ്പോഴും അവരോടുകൂടി അവിടുന്ന് ഉണ്ടായിരിക്കണമേ. അവരുടെ ആശകളും പ്രതീക്ഷകളുമെല്ലാം അവിടുന്ന് തന്നെ സാധിച്ചു കൊടുക്കണമേ. അവരുടെ ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും പ്രതിസന്ധികളിലുമെല്ലാം അവിടുന്ന് തന്നെ അവരോടുകൂടി ഉണ്ടായിരിക്കുകയും അവരെ കൈക്ക് പിടിച്ച് നടത്തുകയും ചെയ്യണമേ. അവിടുത്തെ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു കുഞ്ഞച്ച. അടുത്തതായി ദീപം തെളിയിക്കൽ ചടങ്ങാണ്. രണ്ട് കുടുംബങ്ങൾ ഒന്ന് ചേർന്ന് മൂന്നാമതൊരു കുടുംബം കൂടിയാവുകയാണ്. 3 തിരികളാണ് വിളക്കിൽ ഇട്ടിരിക്കുക. ആദ്യമായി പ്രഫുലിനെയും ഐറിനെയും തിരി തെളിയിക്കുന്നതിനായി ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
ഭസ്മം ഇട്ട് തേച്ചു മിനുക്കിയ ഓട്ടുവിളക്കിന്റെ അധരങ്ങളിലേക്ക് അഗ്നിനാളങ്ങളെ പകർന്നുകൊണ്ട് ഇവിടെ പരിശുദ്ധാത്മാവെ പ്രകാശപൂരിതമാക്കണമെന്ന് പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു. ദീപം തെളിയിക്കുന്നതിന് വേണ്ടി തോമസ് ചേട്ടനെയും മേഴ്സി ചേച്ചിയെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കട്ടെ. ദീപം തെളിയിക്കുന്നതിന് വേണ്ടി പ്രിയങ്കനായ ജോസിനെയും ഷൈനിയെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്. Thank you again, all of you, for being here. It's a great honor and pleasure for all of us. So at this auspicious occasion, I would like to invite our very own Jos Pidav. If I were to say a few words about him, I would actually have nothing to say, because without him, this marriage wouldn't even have been possible. And we are beyond honored and very, very grateful that he is in our midst today and he's present with us. So I would like to invite our Jos Pidav to give us a few words of blessings. Please give him a huge round of applause, everybody. Guys, come on, give him a round of applause. വിവാഹം സ്വർഗത്തിൽ. നമുക്ക് വളരെ സുപരിചിതമാണ് ഈ പ്രയോഗം, അല്ലേ? പക്ഷേ ഇന്ന് ലാലംപള്ളിയിൽ വിവാഹം നടന്നു. ആ നവവധൂവരന്മാർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, അക്ഷരാർത്ഥത്തിൽ ഈ ഭൂമിയിൽ സ്വർഗം പണിയുകയായിരുന്നു വിവാഹത്തിലൂടെ പ്രഫുല്ലും അയ്യറിനും ചെയ്തത്. പള്ളിയിൽ പ്രസംഗിച്ച സ്ഥിതിക്ക് ഇനി പ്രസംഗിച്ചാൽ അധിപ്രസംഗമായി പോകും. അതുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കുന്നില്ല. പ്രഫുൽ, ഐറിൻ, ഐ വിഷ് യു എ വെരി വെരി ബ്ലെസ്സഡ് ഫാമിലി ലൈഫ്. ഈ ഭൂമിയിൽ സ്വർഗം പണിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ MC സൂചിപ്പിച്ചതുപോലെ പ്രഫുലും ഞാനുമായിട്ട് അല്പം അടുത്ത ബന്ധമുണ്ട്. കഴിഞ്ഞ 3.5 വർഷമായി ഞാൻ കാനഡയിലെത്തി അന്നു മുതൽ പ്രഫുല് ഞങ്ങളുടെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റാണ്. ഈ പ്രഫുലിൻ്റെ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രഫുലിൻ്റെ മാതാപിതാക്കന്മാരോട് ചേർന്നുകൊണ്ട്, സഹോദരങ്ങളോട് ചേർന്നുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ആ പ്രാർത്ഥന ദൈവം കേട്ടു. അനുയോജ്യയായ ഒരു ഐശ്വര്യ റാണിയെ ഇന്ന് പ്രഫുലിന് ഭാര്യയെ നൽകിക്കൊണ്ട്, അയറിനെന്ന ഈ കൊച്ചുമിടിക്ക് നൽകിക്കൊണ്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്ക് സുന്ദരമായ അപ്ലൗസ് കൊടുത്തുകൊണ്ട് ഇവർ ഇന്ന് ആരംഭിക്കുന്ന കുടുംബജീവിതം എല്ലാ വിധത്തിലും അനുഗ്രഹദായകമാകട്ടെ, ദൈവകൃപ നിറഞ്ഞതാകട്ടെ, ഒരു തിരുക്കുടുംബമാകട്ടെ എന്ന് ആശംസിച്ചു. രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞിട്ടേ ആഘോഷമായിട്ട്. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ബൈ 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 ബൈ. അഭിമന്യ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനും നല്ല മനസ്സിനും നല്ല വാക്കുകൾക്കും ഒത്തിരി നന്ദി. കുടുംബജീവിതത്തിൽ എന്നും ആവശ്യം വേണ്ടതാണ് ഉത്കൃഷ്ടവും സചേതനവുമായ മൂല്യങ്ങൾ. ഈ നവദമ്പതികളുടെ ജീവിതം മുഴുവൻ മധുരം തരുന്ന അനുഭവങ്ങളുടെ കലവറയായി തീരട്ടെ എന്നാശംസിച്ചുകൊണ്ട് പരസ്പരം മധുരം നുകരുന്നതിനായി നവദമ്പതികളെ ക്ഷണിക്കുന്നു. മധുരം കൊടുക്കൽ ചടങ്ങിനായി പ്രഫുൽ ചേട്ടൻ്റെ സ്വന്തം ജോച്ചാച്ചിയെയും കുഞ്ഞേച്ചിയെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കട്ടെ. നമുക്കൊന്ന് കൈയടിക്കാം അല്ലേ? യെസ്. വിവാഹമെന്ന കൂദാശയിലൂടെ
ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പ്രഫുൽ ചേട്ടായും ഐറിൻ ചേച്ചിയും പരസ്പരം കൈകോർത്ത് തുല്യ പങ്കാളികളായി വർത്തിക്കണം. കുടുംബമെന്ന പക്ഷിയുടെ ഇരുചിറകുകളാണ് ഭാര്യയും ഭർത്താവും. ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണവർ. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ഇനി അവർ ഒത്തൊരുമിച്ച് പങ്കുവച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിക്കണം. ഇതിലൂടെയാണ് കുടുംബ ബന്ധത്തിൻ്റെ അടിത്തറയും സ്നേഹവും ഈടുറ്റതാകുന്നത്. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന ദൈവകൽപ്പന പാലിച്ച് ഈ ജീവിതം പൂർത്തിയാക്കാൻ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. അത്